സോ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇൻഡെ 16 ആണ്, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നോക്കിയത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസ്പോസൽ ഓഫ് റീവാല്യൂഡ് അസറ്റ് എന്നുള്ളൊരു പോർഷനാണ്. അതായത് രണ്ട് മെത്തേഡ് അല്ലെങ്കിൽ രണ്ട് മോഡൽ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു PPയുടെ വാല്യുവേഷൻ നടത്തുന്നത്. കോസ്റ്റ് മോഡലും റീവാല്യൂഡ് മോഡലും. അതായത് അസറ്റിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി പ്ലാന്റ് ഓർ എക്യുപ്മെൻറ്റ്, ഈ ഒരു ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസിൽ എന്തുണ്ടാക്കാം, അതിൻ്റെ ലൈഫിൽ റീവാല്യുവേഷൻ സംഭവിക്കുക. അതിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ഇൻക്രീസ് ആകാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രണ്ട് കേസിലും നമ്മളത് എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത്, റീവാല്യൂഡ് മോഡലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാകും, റീവാല്യുവേഷൻ സർപ്ലസ് ഉണ്ടായിരിക്കും. ആൻഡ് ഇൻ കേസ് ഓഫ് ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റീവാല്യുവേഷൻ എന്തായിരിക്കും, ലോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ലോസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അത് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഡെബിറ്റ് ചെയ്യുന്നു. റിവാലുവേഷൻ സർപ്ലസ് ആണെങ്കിൽ നമ്മളത് അറ്റ് ലാസ്റ്റ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആയിട്ട് മാറ്റുന്നത്, നമ്മൾ സർപ്ലസിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ ഡിസ്പോസലിൻ്റെ കേസിൽ, ഡിസ്പോസ് മീൻസ് അത് സെയിൽ ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു അസറ്റിൻ്റെ കേസിൽ ഡിപ്രിസിയേഷൻ എന്താണെന്നാണ്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ എന്നുള്ള ഒരു ടേം നിങ്ങൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സസിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ അതിനുണ്ടായേക്കാവുന്ന ഡിവാല്യുവേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിലുണ്ടാകുന്ന ഡിമിന്യൂഷനെയാണ് നമ്മൾ ഈ ഒരു ഡിപ്രിസിയേഷൻ എന്നുള്ള ടേം കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, ഒരു മെഷീനാണ് വാങ്ങിച്ചത്, ഓർഗനൈസേഷനിൽ ഒരു മെഷീൻ വാങ്ങിച്ചു. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ ഇനീഷ്യൽ പീരീഡിൽ അതിൻ്റെ കപ്പാസിറ്റി നമ്മൾ പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനൊരു 100 യൂണിറ്റ് പെർ ഡേ, ഒരു ഡേയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു 5 ഇയറിലേക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സിലേക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 10 ഇയർ കഴിയുന്നത് വരെ മെഷീനിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെയിലി 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ഇയർ ബൈ ഇയർ കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് 10th ഇയർ ആവുന്ന സമയത്തേക്കും അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഈ ലൈഫ്, ഇതിൻ്റെ ഈ ഒരു യൂസ്ഫുൾ ലൈഫിൽ ഇതിന് വരുന്ന ഈ ഒരു ഇതിൻ്റെ പ്രൊഡക്ഷനിൽ, ഈ ഒരു മെഷീൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ മെഷീൻ്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിമിന്യൂഷനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതിന് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്, ഡിപ്രിസിയേഷൻ കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു അസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ അതിൻ്റെ പെർഫോമൻസിൽ വരുന്ന ഡിഡക്ഷൻസിനെയാണ്. അതെന്തുകൊണ്ടൊക്കെ ആകാം, ചിലപ്പോൾ അതിൻ്റെ വിയർ ആൻഡ് ടിയർ ആയിരിക്കാം. നോർമൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസിലാണ് ഡിപ്രിസിയേഷൻ നമ്മൾ ടേം ചെയ്യുന്നത്. കോപ്പിറൈറ്റ് അല്ലെങ്കിൽ പാറ്റൻറ്റ് പോലത്തെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റിന് ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഫിക്സഡ് അസറ്റിൻ്റെ കേസിൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്ലാന്റ് എക്യുപ്മെൻറ്റിൻ്റെ കേസിലാണ് ഡിപ്രിസിയേഷൻ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ എന്തുണ്ടാവുന്നത്, ചേഞ്ചസ് വരുന്നത്. ഓക്കെ, സോ ഡിപ്രിസിയേഷൻ ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഓവർ ടൈം ഡ്യൂ ഇൻ പെർട്ടിക്കുലർ ടു വിയർ ആൻഡ് ടിയർ. സാധാരണയായിട്ട് ഇത് വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പെർഫോമൻസിൽ വരുന്ന കുറവ്. ഓക്കെ, ഒരു മെഷീൻ ആവുന്ന സമയത്ത് അതിന് എന്തുണ്ടാകാം, അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കാം, അതിൻ്റെ പെർഫോമൻസ് കുറയാം. അതല്ലെങ്കിൽ വേറൊരു കേസ് എന്ന് പറയുന്നത് ഒബ്സൊലസൻസ് ആണ്. മീൻസ് അതിൻ്റെ ഫാഷൻ ഔട്ടാകാം. ഫാഷൻ ഔട്ടായാലും അതിനെ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് ടേം ചെയ്യും. കാരണം ഫാഷൻ ഔട്ടായി കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടില്ല, അസറ്റ് പർച്ചേസ് ചെയ്തിരുന്ന ഒരു വില ഒരിക്കലും നമുക്കത് സെയിൽ ചെയ്യുന്ന സമയത്ത് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസ്, നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന അസറ്റിൻ്റെ കോസ്റ്റ് ആൻഡ്
ഇതിൻ്റെ ഈ ഒരു യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു അസറ്റിൻ്റെ കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആൻഡ് കംപ്ലീറ്റ് ഡിപ്രിസിയേഷൻ നമുക്ക് ഒരു ഇയറിൽ, അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇയറിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ 10 ഇയറിലേക്കാണ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, 10 ഇയറിലേക്ക് യൂസ് ചെയ്യാനാണ് പർച്ചേസ് ചെയ്തിരുന്നത് എങ്കിൽ ഈ 10 ഇയറിലും ഇതിന് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് 10ാമത്തെ ഇയറിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് എത്ര യൂസ്ഫുൾ ലൈഫ് വരുന്നുണ്ടോ, എത്ര ഇയറിലേക്ക് നമ്മളത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും ഇയറിലേക്ക് നമ്മൾ ഈ ഒരു ടോട്ടൽ ഡിപ്രിസിയേഷൻ എമൗണ്ടിനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു ഇയറിൽ എന്ത് ചെയ്യല്ല ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നതല്ല, അതിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രിസിയബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the amount of depreciation should be allocated on an orderly basis over the useful life of an asset. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. Then how we calculate the depreciation amount? നമ്മൾ ഈ ഒരു ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? the cost minus residual value. നമ്മൾ എത്ര രൂപയ്ക്കാണ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് മൈനസ് ഇറ്റ്സ് റെസിഡ്യൽ വാല്യൂ. റെസിഡ്യൽ വാല്യൂ മീൻസ് ഈ ഒരു യൂസ്ഫുൾ ലൈഫ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വിറ്റാൽ എത്ര കിട്ടും. ഓക്കെ, അതിനാണ് റെസിഡ്യൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2 മെത്തേഡ്സിലാണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയും. അതായത് ഈ ഒരു അസറ്റിൻ്റെ എൻറ്റയർ ലൈഫിൽ, ഇപ്പോൾ 5 ഇയറാണ് മെഷീൻ്റെ യൂസ്ഫുൾ ലൈഫ് എങ്കിൽ 5 ഇയറും സെയിം എമൗണ്ട് തന്നെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന മെത്തേഡിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഓർ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് 5000 റുപ്പീസിന് വാങ്ങിയ ഒരു അസറ്റാണ്. റെസിഡ്യൽ വാല്യൂ ഇല്ല എന്ന് വിചാരിക്കുക, വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 0, അതിന് എമൗണ്ട് കിട്ടുന്നില്ല, 0 ആണ് റെസിഡ്യൽ വാല്യൂ എന്ന് വിചാരിക്കാം. 5 ഇയറിലേക്കാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും? 5000 ആണ് നമ്മളുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. 5 ഇയേഴ്സിലേക്കാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഈസ് നോ റെസിഡ്യൽ വാല്യൂ. ഈ ഒരു കേസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 5000 കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. സോ 1000 റുപ്പീസാണ് ഈ കേസിൽ ഡിപ്രിസിയേഷൻ വരിക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിഡ്യൽ വാല്യൂ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഇപ്പോൾ ഒരു റെസിഡ്യൽ വാല്യൂ നിങ്ങൾക്കിത് വിറ്റാൽ ഒരു 1000 റുപ്പീസ് കിട്ടുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ 1000 റുപ്പീസ് ഇതിൻ്റെ കോസ്റ്റ് നിന്ന് ഡിഡക്റ്റ് ചെയ്യുക. എത്ര വരും? 4000 വരും അല്ലേ? 4000 വരും. 4000 ഡിവൈഡഡ് ബൈ 5 ആണ് അങ്ങനത്തെ കേസിൽ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റിനെ എൻറ്റയർ ലൈഫിലേക്ക് സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിൽ. ഇനി ഇൻ കേസ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ് ആണെങ്കിൽ അതിന് നമുക്ക് സെർട്ടൻ കാൽക്കുലേഷൻ വഴിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓരോ ഇയറിലും നമ്മളുടെ ഡിപ്രിസിയബിൾ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു 1000 റുപ്പീസാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അത് ചിലപ്പം 800 ആയിട്ടുണ്ടാകും. അത് എത്രയാണോ ഡിപ്രിസിയേഷൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ ബേസിലാണ് നമ്മൾ ചാർജ് ചെയ്യുക.
ഡിപ്രിസിയേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റി ചാർജ് ചെയ്യുന്ന ഒരു റേറ്റ് ഉണ്ട്. അത് ഓരോ അസറ്റിനും ഫിക്സഡ് ആയിട്ടുള്ളൊരു പെർസെൻറ്റേജ് ടാക്സിൽ പറയുന്നുണ്ട്. അതല്ലാതെ കമ്പനീസ് ആക്ട് പ്രകാരം ഓരോ ഓർഗനൈസേഷനും അവരുടെ അസറ്റിൻ്റെ സർട്ടൻ ഡിപ്രിസിയേഷൻ റേറ്റ് ചാർജ് ചെയ്യാവുന്നതാണ് അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച്. ഓക്കെ, ഇത്രയാണ് ഡിപ്രിസിയേഷനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഡിപ്രിസിയേഷൻ നമ്മൾ അറ്റ് ലാസ്റ്റ് ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ എക്സ്പെൻസ് ആൻഡ് ഇറ്റ് ഈസ് ചാർജ് ടു പ്രോഫിറ്റ് ഓർ ലോസ്. കൺസേൺ ഇയറിലെ പ്രോഫിറ്റ് ഓർ ലോസിൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് ഡിപ്രിസിയേഷനെ കാണിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങൾ ഡിപ്രിസിയേഷനെ കുറിച്ച് മനസ്സിലാക്കുക. ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ആൻഡ് വൺ മോർ ടേം ദാറ്റ് ഈസ് ഡീറെക്കഗ്നിഷൻ. ഈ ഒരു ടേമും കൂടിയാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. എന്താണ് ഈ ടേംസ് എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കണം. കാരണം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനത്തെ ടേംസ് ആണ് ചോദിക്കുക, എങ്ങനെ ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡീറെക്കഗ്നിഷൻ എന്താണ്? ഡീറെക്കഗ്നിഷൻ മീൻസ് നമ്മൾ പറഞ്ഞ ഒരു അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു ആൻഡ് അറ്റ് ദ എൻഡ് നമ്മളത് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ അസറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. റെക്കഗ്നൈസ് ചെയ്യുന്ന ക്രൈറ്റീരിയ എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. എക്കണോമിക് ഇൻഫ്ലോ ഉണ്ടായിരിക്കും ആൻഡ് അതിൻ്റെ കോസ്റ്റ് റിലയബിളി മെഷർ ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയാസിൻ്റെ ബേസിലാണ് നമ്മളൊരു അസറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് പർച്ചേസ് ചെയ്യുന്ന സമയത്താണ്, നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് അസറ്റ് എത്തുന്ന ആ ഒരു സമയത്താണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അസറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അസറ്റ് നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡീറെക്കഗ്നൈസ് ചെയ്യണം. അതിനെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ആ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ഡീറെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. An asset should be removed from the balance sheet on disposal or when it is withdrawn from use and no future economic benefit are expected from it. എന്താ ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൽ നമ്മൾ ആ ഒരു അസറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീറെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ഒന്നെങ്കിൽ നമ്മളത് ഡിസ്പോസലിൻ്റെ ടൈമിൽ, അതായത് സെയിൽ ചെയ്യുന്ന സമയത്താകാം, അതല്ലെങ്കിൽ അത് നമ്മളുടെ ഓർഗനൈസേഷന് വിഡ്രോ ചെയ്യാണ്. നമുക്ക് ആ ഒരു അസറ്റ് ഇനി ഫ്യൂച്ചറിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു അസറ്റിനെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഡീറെക്കഗ്നൈസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡീറെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ഇനി ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത്, ഡീറെക്കഗ്നൈസ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്താണ് സാധാരണ അസറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടൻ പ്രോഫിറ്റ് കിട്ടും. നമ്മുടെ അസറ്റിൽ നിന്ന് സർട്ടൻ പ്രോഫിറ്റ് കിട്ടും. വിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് നമ്മളൊരു 5,000-ന് വാങ്ങിയ അസറ്റ് ആണെങ്കിൽ ചില കേസിൽ നമുക്കതിന് വിൽക്കുന്ന സമയത്ത് ചിലപ്പം 6,000 കിട്ടും, ചില കേസിൽ 4,000 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 5,000-ന് വാങ്ങിയത് 6,000-ന് നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു 1,000 പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഇൻ കേസ് അത് 4,000 മാത്രമാണ് നമുക്കതിന്ന് റിസീവ് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ 4,000 റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ലോസാണ്. അപ്പോൾ എന്തുണ്ട്? ഒരു അസറ്റ് ഡീറെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നെങ്കിൽ എന്തുണ്ടാകാം? പ്രോഫിറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ലോസ് ഉണ്ടാകാം. There may be gain or loss on disposal. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? അസറ്റിൻ്റെ സെയിൽസ് പ്രൊസീഡ്സിൽ നിന്ന് അതിൻ്റെ ക്യാരിയിങ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. സെയിൽസ് പ്രൊസീഡ്സ് മീൻസ് അത് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ആൻഡ് അതിൻ്റെ ക്യാരിയിങ് വാല്യൂ മീൻസ് നമ്മൾ എത്ര രൂപക്കാണത് വാങ്ങിയത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന എമൗണ്ട്. അതിൻ്റെ കോസ്റ്റിൽ നിന്ന് അതിൻ്റെ ഡിപ്രിസിയബിൾ എമൗണ്ട് കുറച്ചിട്ട് ബാക്കിയുള്ളത് എത്ര രൂപയ്ക്കാണോ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് അതിനെയാണ് ക്യാരിയിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഗെയിൻ ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എന്ന് പറയുന്നത്.
ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളതിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ചാർജ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഡീ റെക്കഗ്നിഷനെ കുറിച്ചിട്ട് നോക്കി വെക്കാനുള്ളത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഡിപ്രിസിയേഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ ഡിപ്രിസിയേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. On 1st April 2020, an entity acquired production equipment for the amount of 75 lakh. And അത് കൂടാതെ എന്ത് 75 lakh മീൻസ് അതിൻ്റെ പർച്ചേസ് പ്രൈസ് ആണ്. അത് കൂടാതെ എന്തൊക്കെ കോസ്റ്റ് അതിന് ഇൻകർ ചെയ്തിട്ടുണ്ട്? ഡെലിവറി കോസ്റ്റ് 2,50,000 വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ 5 lakh വന്നിട്ടുണ്ട്. Then general administration cost of an indirect nature 3 lakh. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് നോക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ അതുപോലെ പഠിക്കണം. കാരണം ഓരോ ഇൻഡേഴ്സിലും കോസ്റ്റിൻ്റെ എലമെൻറ്റ്സിൽ ഡിഫറൻസസ് വരും. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇൻഡേഴ്സ് ഏതാണെന്ന് ചോദിക്കും. ഓക്കെ, ഇൻഡേഴ്സ് 16 എങ്ങനെയാണ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് വന്നിരിക്കുന്നത്? PP ആണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നൊന്നും വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഓരോ ഇൻഡേഴ്സ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്ന സമയത്തും നിങ്ങൾ അതിൽ ഓരോ ടേംസ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുമ്പം കോസ്റ്റ് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ഡിപ്രിസിയേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആൻഡ് അതിൻ്റെ കോസ്റ്റ് തന്നെ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, മെത്തേഡ്സ് ഏതൊക്കെയാണ്, ടെക്നിക്സ് ഏതൊക്കെയാണ്, ഇത് ഓരോന്നും നിങ്ങൾ ഓരോ സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരിക്കുന്ന എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ഏതാണെന്നുള്ളത് പഠിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ കോസ്റ്റ്. എന്തൊക്കെ കോസ്റ്റാണ് നിങ്ങളുടെ അസറ്റിൻ്റെ PPയുടെ വാല്യൂയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? പർച്ചേസ് പ്രൈസ് ഉണ്ടായിരിക്കും, പ്ലസ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആഡ് ചെയ്യണം. ദെൻ അത് കൂടാതെ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ചാർജസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. ആൻഡ് ഇൻ കേസ് അവിടെ ട്രേഡ് ഡിസ്കൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. റീഫണ്ടബിൾ പർച്ചേസ് ടാക്സസ് ഉണ്ടെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്യണം. അതേസമയം നോൺ റീഫണ്ടബിൾ പർച്ചേസ് ടാക്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രൊഫോമയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഡെലിവറി ചാർജസ് ആണ്. ഡെലിവറി ചാർജ് ഫസ്റ്റ് നമുക്ക് പർച്ചേസ് പ്രൈസ് തന്നിട്ടുണ്ട് 75 lakh. പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് 75 lakh. ദെൻ ഡെലിവറി കോസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഡെലിവറി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു അസറ്റിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീനെ നമ്മളുടെ ഓർഗനൈസേഷനിൽ എത്തിക്കുന്നത് വരെയുള്ള കോസ്റ്റാണ്. അപ്പോൾ അതിനെയും നമുക്കിതിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ ഇൻസ്റ്റലേഷൻ ഈസ് ഓൾസോ ഇൻക്ലൂഡഡ്. എന്താണ്? ആ ഒരു അസറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള എല്ലാ കോസ്റ്റും നമുക്ക് അസറ്റിൻ്റെ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക, എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ദെൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഓഫ് എൻ ഇൻഡയറക്റ്റ് നേച്ചർ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റാണ്. അസറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റിനെയാണ് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നോക്കി നടക്കാൻ വന്നിട്ടുള്ള കോസ്റ്റ്. അതും ഇൻഡയറക്റ്റ് നേച്ചറാണ്, ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ളതല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊമോഷണൽ എക്സ്പെൻസസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നൊക്കെ പറയുന്നത് ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ല. ദെൻ അഡീഷണലി തന്നിട്ടുള്ള ഇൻഫോർമേഷൻ, ദ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റിംഗ് അപ്പ് പീരീഡ് ടുക്ക് 3 months and an additional 5 lakh was spent on cost directly related to bringing the asset to its working condition. എന്ത് വന്നിട്ടുണ്ട്? അസറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് 3 months എടുത്തിട്ടുണ്ട് അത് വർക്കിംഗ് കണ്ടീഷനിലേക്കായി വരാൻ.
ആ ഒരു പീരീഡിൽ 5 ലാക്ക് അതിനെന്ത് വന്നിട്ടുണ്ട്, അഡീഷണൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, അതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാൻ. ആ ഒരു 3 മന്തിൽ അഡീഷണൽ വർക്കിംഗ് കണ്ടീഷൻ എക്സ്പെൻസ് ആയിട്ട് ഒരു 5 ലാക്ക് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. കാരണം അത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായ കോസ്റ്റാണ്. ഇതിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കി എടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റാണ് 5 ലാക്ക്. അതിനെ നമ്മൾ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ദ എക്യുപ്മെൻറ്റ് വാസ് റെഡി ഫോർ യൂസ് ഓൺലി ജൂലൈ 1, 2020. ഓക്കെ, ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്തിരിക്കുന്നത് April 1, 2020 ആൻഡ് ഇത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത് July 1, 2020 3 മന്ത് കഴിഞ്ഞിട്ട്. April, May, June കഴിഞ്ഞ് 3 മന്ത് കഴിഞ്ഞ് ജൂലൈയിലാണ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുന്നത്. ദെൻ മന്ത്ലി മാനേജറിയൽ reports indicate that for the first 5 months the production quantities from this equipment resulted in an initial operating loss of 5 lakh because of the small quantities produced. Initial operating loss നിങ്ങൾ നോക്കുക, അത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കോസ്റ്റിൻ്റെ കൂടെയായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇതിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് ഇവിടെ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കുക. കമ്പനി ആ ഒരു എക്യുപ്മെൻറ്റ് കംപ്ലീറ്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു ലോസ് വന്നിട്ടുള്ളത്. 5 ലാക്ക് ലോസ് ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് വന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ്ഡ്. അവരെന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് അതിനെ യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ലോസ് വന്നത്. കംപ്ലീറ്റ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് അവിടെ ഒരു ലോസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് സാധാരണഗതിയിൽ ലോസസ് ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് എന്ന് പറയുന്നത്. ഈ ഇനീഷ്യൽ ഓപ്പറേറ്റിംഗ് ലോസ് നമ്മളുടെ അസറ്റിൻ്റെ കോസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ദ എക്യുപ്മെൻറ്റ് ഹാസ് an estimated useful life of 20 years and a residual value of 1 lakh. 20 ഇയേഴ്സിലേക്ക് എസ്റ്റിമേറ്റ് യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ 75 ലാക്ക് രൂപ കൊടുത്തുകൊണ്ട് ഈ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഓർഗനൈസേഷനിൽ 20 ഇയേഴ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, 20 ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 ലാക്ക് നമുക്ക് റെസിഡ്യൽ വാല്യൂ കിട്ടും. 75 ലാക്കിന് വാങ്ങിയ സാധനം നമുക്ക് 20 ഇയേഴ്സ് കഴിഞ്ഞ് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലാക്ക് റുപ്പീസാണ് കിട്ടുക. ഇതാണ് ഇതിൻ്റെ റെസിഡ്യൽ വാല്യൂ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരിക. ഓക്കെ, ദെൻ എസ്റ്റിമേറ്റഡ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ആർ 3,50,000. ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള കോസ്റ്റ്, അത് ഈ ഒരു അസറ്റ് ഡിസ്മാൻഡ്ലിംഗ് പർപ്പസിന്, അതായത് അത് ഒഴിവാക്കുന്നതിന് നമുക്ക് എത്ര കോസ്റ്റ് വരും? 3,50,000 വരും. ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ്. അത് നമ്മൾ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് എന്താ കാണേണ്ടത്? അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ ആനുവൽ ചാർജസ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം റിലേറ്റഡ് ടു ദ കൺസംഷൻ ഓഫ് ദ എക്കണോമിക് ബെനിഫിറ്റ്. അതായത് എത്രയാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആൻഡ് നമ്മൾ ആനുവൽ ബേസിസിൽ എത്ര എമൗണ്ട് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ ചാർജ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഐറ്റം നിങ്ങൾ നന്നായിട്ട് നോക്കുക, ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, ഓരോ ഐറ്റം നിങ്ങൾ നോക്കുക. ഇപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് പോയതുകൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്താൽ മതി. നോക്കുക, ആൻസറിലേക്ക് നോക്കുക, ആൻസർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് എത്രയാണ്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഓഫ് എക്യുപ്മെൻറ്റ് എന്താണ്? ഇൻവോയ്സ് പ്രൈസ് 75 ലാക്ക് ഉണ്ട്. ദെൻ ഡെലിവറി കോസ്റ്റ് 2,50,000. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് 5 ലാക്ക്. ദെൻ അത് കഴിഞ്ഞ് ഇതിനെ 3 മന്ത് എടുത്തിട്ടാണ് വർക്കിംഗ് കണ്ടീഷനിലേക്കായത്. ആ ഒരു 3 മന്തിൽ ഇത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആവുന്നതിന് വേണ്ടി അഡീഷണൽ 5 ലാക്ക് റുപ്പീസ് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ആൻഡ് കോസ്റ്റ് ഓഫ് ഡിസ്മാൻഡ്ലിങ് 3,50,000.
ഇത്രയാണ് നമുക്ക് അസറ്റിൻ്റെ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഐറ്റം. ടോട്ടൽ കോസ്റ്റ് 91 lakh ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആനുവൽ ചാർജസ് എത്രയാണ് നമ്മൾ എക്യുപ്മെൻറ്റിൻ്റെ ആനുവൽ ചാർജസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ചാർജ് ചെയ്യേണ്ടത്. അതെങ്ങനെ നമ്മൾ കണ്ടെത്തും? അവിടെയാണ് നമ്മൾ ഡിപ്രിസിയബിൾ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഇസ് 91 lakh നമ്മളിപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആൻഡ് അതിൻ്റെ നമ്മൾ എന്ത് പറഞ്ഞു, ഡിപ്രിസിയബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് മൈനസ് റെസിഡ്യൽ വാല്യൂ ചെയ്താൽ ഇതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. സോ കോസ്റ്റ് 91 lakh ആണ്. ആൻഡ് എസ്റ്റിമേറ്റഡ് റെസിഡ്യൽ വാല്യൂ ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1 lakh ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. 90 lakh ഈ അസറ്റ് നമ്മൾ 20 കൊല്ലം യൂസ് ചെയ്യുമ്പം അതിൻ്റെ ലൈഫിൽ വരുന്ന ഒരു ഡിപ്രിസിയേഷനെയാണ് നമ്മൾ 90 lakh ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആനുവൽ ചാർജസ് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ആനുവൽ ചാർജസിൽ ടോട്ടൽ നമുക്ക് 20 years ആണുള്ളത്. അപ്പോൾ ഈ ഒരു 90 lakh ഡിപ്രിസിയേഷൻ നമ്മൾ ഈക്വലി ഓരോ ഇയറിലേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. 90 lakh ഡിവൈഡഡ് ബൈ 20 ഇസ് ഈക്വൽ ടു 4,50,000 ആണ് നമുക്ക് ഓരോ ഇയറിലും ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുപോലെ എഴുതണമെന്നില്ല. ആനുവൽ ചാർജസ് ടു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 90 lakh ഡിവൈഡഡ് ബൈ 20,000 ഈസ് ഈക്വൽ ടു 4,50,000. ഇതാണ് ആനുവൽ ചാർജസ്. ബട്ട് ഫസ്റ്റ് ഇയറിൽ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ഫസ്റ്റ് ഇയറിൽ നമുക്ക് 3 മന്ത് നമ്മൾ ഈ ഒരു അസറ്റ് യൂസ് ചെയ്തിട്ടില്ല. ഏപ്രിലിൽ നമ്മൾ പർച്ചേസ് ചെയ്തെങ്കിലും ജൂലൈ 1 നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ആ ഒരു 3 month നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് ഇയറത്തെ ഡിപ്രിസിയേഷൻ കാണുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ 9 monthലേക്കുള്ളത് കണ്ടാൽ മതി. ജൂലൈ ടു നെക്സ്റ്റ് 31st March വരെയുള്ളത്. ഓക്കെ, എന്തുകൊണ്ടാണ്? ഏപ്രിൽ 1 നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ജൂലൈ 1 നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ജൂലൈ 1 ടു നെക്സ്റ്റ് ഇയർത്തെ മാർച്ച് 31 അത്രയാണല്ലോ നമ്മൾ ഡിപ്രിസിയേഷൻ കാണുക. 1 yearലേക്കുള്ളതാണ് കാണുക. അപ്പോൾ ആ 1 yearൽ നമ്മൾ എന്ത് ചെയ്യണം? 9 monthലേക്കുള്ളത് കണ്ടാൽ മതി. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 9 monthലേക്കുള്ളത് കണ്ടാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ഇയർത്തെ ഡിപ്രിസിയേഷൻ ചാർജസ് എന്ന് പറയുന്നത് പെർ ഇയർ നമുക്ക് 4,50,000 ആണ് ആനുവൽ ചാർജസ് വരുന്നത്. അതിൻ്റെ 9 monthലേക്കുള്ളത് 4,50,000 ഇൻറ്റു 9/12 3,37,500 മാത്രമാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ചാർജ് ചെയ്യേണ്ട ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. കാരണം ബാക്കി 3 month നമ്മളത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്ത മന്തിലെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ് ഡിപ്രിസിയബിൾ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ആൻഡ് ആനുവൽ ചാർജസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു എക്സാമ്പിൾ. ആൻഡ് ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ ഉണ്ട് ഇവിടെ. ഓക്കെ, വിശാൽ ലിമിറ്റഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Then Vishal Limited purchased a plant for 200 lakh with a view to set up a new factory in a backward area. Our purchase price നോക്കുക 200 lakh. The company is entitled to GST of 2% along with government has an agreed to grant 25% subsidy for backward area development. എന്ത് വന്നിട്ടുണ്ട്? GST 2% വന്നിട്ടുണ്ട്. GST 2% and agreed to grant 25% of subsidy for backward area development. അത് ടാക്സിൽ വരുന്നതാണ്. നമ്മൾ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് നമ്മളുടെ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നുണ്ട്?
സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവിടെയൊക്കെ നമ്മൾ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരു ഗ്രാൻഡ് അല്ലെങ്കിൽ ഒരു സബ്സിഡീസ് ഗ്രാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് 25% സബ്സിഡി കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് എസ്റ്റിമേറ്റഡ് റെസിഡ്യൽ വാല്യൂ 2 lakhs ആണ്. അപ്പോൾ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? എങ്ങനെ ചെയ്താൽ മതി? സാധാരണ നിങ്ങൾ കാണുന്നത് പോലെ പർച്ചേസ് പ്രൈസ് മൈനസ് GST ക്രെഡിറ്റ് 4 lakh. അതെങ്ങനെയാണ് GST ക്രെഡിറ്റ് വന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കമ്പനി ഈസ് എൻറ്റൈറ്റിൽ ടു GST ഓഫ് 2%. GST ക്രെഡിറ്റ് അവർക്ക് 2% കിട്ടുന്നുണ്ട്. എൻറ്റൈറ്റിൽ ടു GST എന്ന് പറഞ്ഞാൽ GSTന്ന് തിരിച്ച് കിട്ടാൻ അർഹത ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് GST ക്രെഡിറ്റ് എന്ന് പറയുന്നത്. GST ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നതായതുകൊണ്ട് റീഫണ്ടബിൾ പാർട്ടൊക്കെ തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. നോൺ റീഫണ്ടബിൾ ടാക്സസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. റീഫണ്ടബിൾ വിച്ച് മീൻസ് നമുക്ക് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റൊക്കെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ അങ്ങനെ 2 ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഒന്ന് GST ക്രെഡിറ്റ് ആണ് 2%. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 25% സബ്സിഡി കണ്ട് അതും കൂടെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇത് രണ്ടും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായതുകൊണ്ട് തന്നെ നമ്മളുടെ കോസ്റ്റ് നിന്ന് അതിനെ ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ 2 ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മളുടെ കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് 147 lakh ആണ്. അതിൽ നിന്ന് നമ്മളുടെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസിഡ്യൽ വാല്യൂ ഈസ് 2 lakh. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസാണ് ഈ ക്വസ്റ്റ്യനിലെ ഡിപ്രിസിയബിൾ എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കിതിൻ്റെ ലൈഫ് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല. അതുകൊണ്ട് ആനുവൽ ബേസിസിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര ഇയർ തന്നിട്ടുണ്ടെങ്കിൽ 2 year 4 year തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിപ്രിസിയബിൾ എമൗണ്ടിനെ നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആനുവലി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം എന്ന് കൂടെ എഴുതണം. ഇവിടെ നമുക്കത് തന്നിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രേഡ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് നിങ്ങൾക്ക് പർച്ചേസ് പ്രൈസിൽ നിന്ന് ഫസ്റ്റ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് ആയിരിക്കും. ദെൻ അതിനുശേഷം GST ക്രെഡിറ്റ് സബ്സിഡി ആ ഒരു ഓർഡറിൽ തന്നെ പോവാം. ഓക്കെ, ഇതും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഒരു എലമെൻറ്റ് ഓഫ് കോസ്റ്റ് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ആൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് റെസിഡ്യൽ വാല്യൂ തന്നിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കോസ്റ്റും റെസിഡ്യൽ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിപ്രിസിയബിൾ എമൗണ്ട്. ആൻഡ് ക്വസ്റ്റ്യനിൽ എത്ര ഇയറിലേക്കാണ് ഇത് പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇയർ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവലി എത്ര ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് ചാർജ് ചെയ്യണം എന്നുള്ളത് കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നോക്കാനുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കി വെക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 2 പ്രോബ്ലം കൂടെ നോക്കാം.